ഹലോ ഫ്രണ്ട്സ്, ഇന്നൊരു ഹെൽത്തി ഫിഷ് ഗ്രിൽ റെസിപ്പി ആയിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. സാൽമൺ ഫിഷ് ഗ്രില്ല്. യൂഷ്വലി ഞാനിപ്പോൾ ഇവിടെ ചെയ്യുന്ന ആ ഒരു മെത്തേഡാണ് നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നത്. പലതരത്തിൽ നമുക്ക് ഫിഷ് ഗ്രില്ല് ചെയ്തിട്ട് എടുക്കാം. അതായത് ഗ്രില്ല് ചെയ്തിട്ട് ഒരു ഇത്തിരി സോസി ആയിട്ടുള്ള, അതായത് ഒരു സോസ് പ്രിപ്പയർ ചെയ്തിട്ട് നമുക്ക് അങ്ങനെയും ചെയ്യാം. ഇതിപ്പോൾ നോർമൽ ആയിട്ടുള്ളൊരു ഫിഷ് ഗ്രില്ലിൻ്റെ റെസിപ്പിയാണ് ഞാനിപ്പോൾ ഇവിടെ കാണിക്കാൻ പോകുന്നത്. അതിന് വേണ്ടിയിട്ട് ഞാനിപ്പോൾ ഇവിടെ സാൽമണിൻ്റെ ഫില്ലറ്റ് ടൈപ്പ് ആക്കിയിട്ടാണ് എടുത്തിട്ടുള്ളത്. അതിൻ്റെ സ്കിന്ന് ഞാൻ റിമൂവ് ചെയ്തിട്ടില്ല കേട്ടോ. ഇവിടെ ലോക്കലി അവൈലബിൾ ആയിട്ടുള്ള സാൽമണാണ് ഇപ്പോൾ ഇവിടെ ഞാൻ എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് സ്കിന്ന് റിമൂവ് ചെയ്തിട്ട് ഫില്ലറ്റായിട്ട് വാങ്ങണമെന്നുണ്ടെങ്കിൽ അങ്ങനെ വാങ്ങാം. അതല്ല ഇങ്ങനെ ഇത്തിരി ബ്ലോക്ക് പീസസ് ആക്കിയിട്ട് സാൽമൺ കിട്ടും. അങ്ങനെയാണെന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് അതായാലും ചൂസ് ചെയ്യാവുന്നതാണ്. ഞാൻ ഇതിൻ്റെ സ്കിന്ന് റിമൂവ് ചെയ്യാത്തത് എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ സ്കിന്നിൻ്റെ ആ ഫ്ലഷിൻ്റെ ഇടയിലായിട്ടാണ് ഒമേഗ 3 ഫാറ്റി ആസിഡ്സ് കൂടുതലായിട്ടുള്ളതെന്ന്. അപ്പം നമുക്കിത് ഗ്രില്ല് ചെയ്യുന്ന സമയത്ത് ഈസി ആയിട്ട് നമുക്കതിൻ്റെ സ്കിന്ന് റിമൂവ് ചെയ്യാൻ പറ്റും. അപ്പം അതുകൊണ്ടാണ് ഞാൻ സ്കിന്നോട് കൂടി തന്നെ ഗ്രില്ല് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പം നമുക്കിതിൻ്റെ മാരിനേഷൻ തയ്യാറാക്കണം. ആ മാരിനേറ്റഡ് മസാല തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഞാനിപ്പോൾ ഒരു 1.5 ടേബിൾ സ്പൂണോളം ഗാർലിക് പേസ്റ്റ്, അതായത് നമ്മുടെ ഈ വെളുത്തുള്ളി അരച്ചത്, ഇഞ്ചി ഇല്ലാത്ത ഇതിൽ വെളുത്തുള്ളി മാത്രം നല്ല ഫൈനായിട്ട് അരച്ചെടുത്തിട്ടുള്ള ഗാർലിക് പേസ്റ്റാണിത്. പിന്നെ നമുക്കിതിലേക്ക് കുറച്ച് പച്ചമുളക് വേണം. നമ്മുടെ ഫിഷിന് എരിവ് കിട്ടുന്ന തരത്തിൽ പച്ചമുളക് ചെറുതാക്കി അരിഞ്ഞെടുത്തിട്ട് നമ്മളിതിലേക്ക് ഇട്ട് കൊടുത്തു. അടുത്തത് ചേർക്കുന്നത് പാസ്ലി ലീഫാണ്. നമ്മുടെ മല്ലിയിലയുടെ പോലെ തന്നെ ഇരിക്കും, പക്ഷേ മല്ലിയിലയെക്കാട്ടും തണ്ടും ഇലയ്ക്കും കുറച്ചും കൂടി കട്ടിയുണ്ട്. ഒരു മെഡിറ്ററേനിയൻ ഹെർബാണ് പാസ്ലി. അറബ്സൊക്കെ നല്ലോണം ഉപയോഗിക്കും. അവരുടെ സലാഡുകളിലായിട്ടും ഭക്ഷണത്തിൽ നന്നായിട്ട് ഉൾപ്പെടുത്തുന്ന ഒരു ലീഫാണ് പാസ്ലി. നമുക്കിതിലേക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. ഉപ്പ് വളരെ കുറച്ച് ചേർക്കാൻ പാടുള്ളൂ കേട്ടോ. ഫിഷ് ഗ്രില്ല് ചെയ്യുമ്പോൾ പ്രത്യേകിച്ച് നമ്മൾ അധികം ഉപ്പ് ചേർക്കാൻ പാടില്ല. പിന്നെ കുറച്ച് ക്രഷ്ഡ് പെപ്പറും കൂടി ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇത്രയും സാധനങ്ങളാണ് മെയിനായിട്ട് ഇതിൻ്റെ ഫ്ലേവറിന് വേണ്ടിയിട്ട് നമ്മൾ ഇടുന്നത്. ഇതിലേക്ക് നമുക്ക് കുറച്ച് ഒലിവ് ഓയിൽ ഒഴിച്ച് കൊടുക്കണം. ഒലിവ് ഓയിലാണ് നമ്മളിതിൻ്റെ ഈ ഒരു മാരിനേറ്റഡ് ആ ഒരു ബേസ് കൊടുക്കുന്നത്. അപ്പോൾ കുറച്ച് ഒലിവ് ഓയിൽ അധികം തന്നെ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഒഴിച്ച് കൊടുക്കാം കേട്ടോ. അപ്പോൾ നമ്മൾ വെള്ളം ചേർത്ത് കൊടുക്കുന്നതിന് പകരമായിട്ടാണ് ഈ ഒലിവ് ഓയിൽ ഒഴിക്കുന്നത്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇതിലേക്ക് ഒരു സ്ലൈസ് ചെറുനാരങ്ങ നീരും ഒഴിച്ച് കൊടുക്കാം. അപ്പോൾ നമ്മുടെ മാരിനേറ്റഡ് മസാല നമുക്ക് നന്നായിട്ട് നമ്മുടെ ഫിഷുമ തേച്ച് പിടിപ്പിക്കുക. നല്ല കട്ടിയിൽ തന്നെ നമ്മൾ തേച്ച് കൊടുക്കണം കേട്ടോ. ഇത് നമ്മുടെ ആ ഒരു സ്കിന്നുള്ള ഭാഗത്തുമ്മ ലൈറ്റായിട്ട് അപ്ലൈ ചെയ്ത് കൊടുത്താൽ മതി. പക്ഷേ ആ ഫ്ലഷി ആയിട്ടുള്ള ആ ഒരു പാട്ടുമ്മ നല്ല കട്ടിയിൽ തന്നെ നമ്മൾ, അതായത് നന്നായിട്ട് റബ്ബ് ചെയ്ത് തന്നെ നമ്മൾ ഇതുമ്മ ഇങ്ങനെ തേച്ച് പിടിപ്പിക്കണം. ഇത് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഒരു അരമണിക്കൂർ ഒന്ന് മസാല പരട്ടിയിട്ട് വെക്കാം. അതല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് അപ്പം തന്നെ ഗ്രില്ല് ചെയ്തെടുക്കണമെങ്കിൽ ഗ്രില്ല് ചെയ്തെടുക്കാം. ഞാൻ രണ്ടും ചെയ്യാറുണ്ട്. ചിലപ്പോൾ കുറച്ച് നേരം പരട്ടി വെക്കും, ചിലപ്പോൾ ഇത് പരട്ടി അപ്പം തന്നെ ഞാൻ ഗ്രില്ല് ചെയ്തിട്ട് എടുക്കാറുണ്ട്. അപ്പോൾ അത് നിങ്ങളുടെ ചോയ്സ് അനുസരിച്ച് നിങ്ങൾക്ക് ചെയ്യാം. അപ്പോൾ ഞാൻ നമ്മുടെ മസാല ഒക്കെ പരട്ടി നമ്മുടെ ഫിഷ് ഫില്ലറ്റ് തയ്യാറാക്കി. അപ്പോൾ ബാക്കിയുള്ള നമ്മുടെ മസാല അവിടെ ഇരിക്കട്ടെ. അടുത്തതായിട്ട് നമുക്ക് ഗ്രില്ല് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു പാൻ വെച്ചിട്ടുണ്ട്. ആ പാനിലേക്ക് ഞാൻ കുറച്ച് ഒലിവ് ഓയിൽ തന്നെയാണ് ഒഴിച്ച് കൊടുക്കുന്നത്. കാരണം ഒലിവ് ഓയിലല്ലേ നമ്മൾ മാരിനേഷന് വേണ്ടിയിട്ട് ഉപയോഗിച്ചത്. അതെല്ലാം നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ മെൽറ്റഡ് ബട്ടർ മാരിനേറ്റ് ചെയ്യുന്ന സമയത്ത് ആ ഒരു ഇതിലേക്ക് മെൽറ്റഡ് ബട്ടർ ചേർത്തിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ നിങ്ങൾക്ക് ബട്ടർ തന്നെ ചേർത്ത് കൊടുക്കാം. അത് നിങ്ങളുടെ ചോയ്സ് അനുസരിച്ച് നിങ്ങൾക്ക് ചൂസ് ചെയ്യാം കേട്ടോ. നമ്മൾ ആ ഒരു പാനിലേക്ക് വെച്ച് കൊടുക്കണം. വെച്ച് കൊടുക്കുമ്പോൾ ഒന്ന് ശ്രദ്ധിക്കണം, ആ സ്കിന്നുള്ള ഭാഗം അടിയിൽ വരണം. ഫ്ലഷ് ആയിട്ടുള്ള ആ ഒരു പാട്ട് മുകളിൽ വരുന്ന രീതിയിൽ വേണം. എന്നിട്ട് നമുക്കിത് ഒന്ന് മറിച്ചിടാം കേട്ടോ. ഒരു മിനിറ്റ് അല്ലെങ്കിൽ കൂടി വന്ന 2 മിനിറ്റ് കഴിയുമ്പോഴത്തേനും ആ അടിഭാഗം കുക്കിട്ടാവും. അപ്പോൾ നമ്മൾ മറിച്ചിടുമ്പോൾ തന്നെ നമുക്ക് ആ സ്കിന്ന് നല്ല ഈസി ആയിട്ട് നമുക്ക് ആ ഒരു ഇതുകൊണ്ട് വെച്ചിട്ട് ഇങ്ങനെ റിമൂവ് ചെയ്ത് മാറ്റാൻ പറ്റും. വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. പെട്ടെന്ന് തന്നെ അതിൻ്റെ സ്കിന്ന് നമുക്ക് അത് വിട്ടിങ്ങനെ ഒന്ന് പോരും. അങ്ങനെ നമ്മൾ ഈ ഒരു ഭാഗത്തും നമ്മൾ ബാക്കി വന്നിട്ടുള്ള ആ ഒരു കുറച്ച് മാരിനേറ്റഡ് മസാല ഉണ്ടല്ലോ, ഈ ഒരു സ്പൂൺ വെച്ചിട്ട് ഇതുപോലെ ഒന്ന് നമ്മൾ തേച്ച് കൊടുക്കണം. എന്നിട്ട് നമ്മളൊന്ന് തിരിച്ചും മറിച്ചു ഇട്ടിട്ട് നമ്മൾ 2 സൈഡും ഇതുപോലെ ഒന്ന് ഗ്രില്ല് ചെയ്തിട്ട് എടുക്കുക. കൂടി വന്നാൽ ഒരു 5 മിനിറ്റ്. സാൽമൺ അധികം വേവൊന്നുമില്ല, പെട്ടെന്ന് തന്നെ നമുക്കിത് ഗ്രില്ല് ചെയ്തിട്ട് എടുക്കാൻ പറ്റും. അപ്പോൾ നമ്മുടെ സാൽമൺ ഒക്കെ നല്ല നന്നായിട്ട് ഗ്രില്ല് ചെയ്തിട്ട് ഞാൻ എടുത്തിട്ടുണ്ട്. ഞാനപ്പോൾ അതൊരു പ്ലേറ്റിലേക്ക് മാറ്റുകയാണ് കേട്ടോ. ഇനി നമ്മൾ ഗ്രില്ല് ചെയ്തെടുത്ത പാനിൽ ഇതുപോലെ കുറച്ച് വെജിറ്റബിൾസും കൂടി ഒന്ന് ഇട്ടിട്ട് ടോസ്റ്റ് ചെയ്തിട്ട് നമുക്ക് നമ്മുടെ ഈ ഒരു ഇതിൻ്റെ ഒപ്പം നമുക്ക് സെർവ് ചെയ്യാം. എല്ലാവരും ഇതുപോലെ ഫിഷ് ഒന്ന് ഗ്രില്ല് ചെയ്തിട്ട് നോക്കുക.
എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായിട്ട് എഴുതണം. വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യണം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനായിട്ടും തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ പ്രസ് ചെയ്യാനായിട്ടും മറക്കരുത്. മറ്റൊരു നല്ല വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. ഇൻഷാ അല്ലാഹ്.